എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ വീറ്റ് പൊറോട്ടയുടെയും ആലു മട്ടറിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ വീറ്റ് പൊറോട്ടയ്ക്ക് ആവശ്യമായി ഒരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് കൗണ്ടർ ടോപ്പിലിട്ട് കൈകൊണ്ട് ഇതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നെയ്യ് തൂകി കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണ ഉപയോഗിക്കാം. ഒരു തണുത്ത ക്ലോത്ത് ഉപയോഗിച്ച് ഇത് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് നമുക്ക് ആലു മട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായി 2 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 ടീസ്പൂൺ ജീരകവും 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ല ബ്രൗൺ നിറമാക്കുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇടത്തരം തക്കാളി പേസ്റ്റ് ആക്കിയതും ചേർത്ത് ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 4 മുതൽ 5 വരെ പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് ഇടത്തരം പൊട്ടറ്റോ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുക്കുന്നത്. സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ കുക്ക് ചെയ്തിട്ട് വേണം കറിയിൽ ചേർക്കാൻ. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റോ ഒക്കെ വെന്ത് നല്ലതുപോലെ കറി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാംഗോ പൗഡറും, ഇത് ഓപ്ഷണലാണ്, 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും, 1
1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആലു മട്ടർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം വീറ്റ് പൊറോട്ടയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇതേ രൂപത്തിൽ ചെറിയ ബോളുകളാക്കി കൗണ്ടർ ടോപ്പിലിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. മാവ് ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് ഫ്ലോറും കൂടെ തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേമാതിരി മടക്കിയെടുത്ത് ഇനി നമുക്ക് ഇതേ രീതിയിൽ റോൾ ചെയ്തെടുത്ത് 5 മുതൽ 10 മിനിറ്റ് വരെ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുത്ത് ചൂടായ പാനിൽ എണ്ണ തൂക്കി നമുക്ക് ചുട്ടെടുക്കാം. പൊറോട്ടകളെല്ലാം നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ആലു മട്ടറോടി ചേർത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.